സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയാണ് ഓരോരുത്തരും പരിശ്രമിക്കുന്നത്. സ്വന്തം നിലനിൽപ്പ് തന്നെയാണ് ഓരോരുത്തരുടെയും ലക്ഷ്യം. ഒരുവൻ തൻ്റെ നിലനിൽപ്പിന് വേണ്ടി പരിശ്രമിക്കുമ്പോൾ മറ്റുള്ളവനെ ചവിട്ടിമതിക്കുമ്പോഴാണ് സമൂഹത്തിൽ സംഘർഷങ്ങളും സംഘട്ടനങ്ങളും ഉണ്ടാവുന്നത്. തനിക്കൊറ്റയ്ക്ക് നിലനിൽക്കുവാൻ കഴിയുകയില്ലെന്നും തൻ്റെ നിലനിൽപ്പിന് ഒരു എറുമ്പിൻ്റെ പോലും സഹായം വേണമെന്ന് നമ്മൾ ഓർക്കാറില്ല. നമ്മൾ വയറ് നിറച്ച് ആഹാരം കഴിക്കുമ്പോൾ ചിന്തിക്കാറുണ്ടോ ഇതിൻ്റെ പിന്നിൽ എത്രയോ പേരുടെ പരിശ്രമമുണ്ടെന്ന്? നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് നേടിയെടുക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എത്രയോ പേരുടെ സഹായവും സഹകരണവും നമുക്ക് ആവശ്യമാണ്. വയലിൽ ഉഴുതുമറിച്ച് വിത്ത് വിതച്ച് വെള്ളവും വളവും നൽകി പരിചരിച്ച് വിളവാക്കിയെടുത്ത് കൊയ്ത് മെതിച്ച് അരിയാക്കി നമ്മുടെ മുന്നിലെത്തുന്നതിന് മുമ്പ് എത്രയോ പേരുടെ കഷ്ടപ്പാടുണ്ട് അതിൻ്റെ പിന്നിൽ. അത് നമ്മൾ ഓർക്കണം. നമ്മുടെ കൈ നിറയെ പണമുണ്ട്, എന്നാൽ ആഹാരം കിട്ടാൻ സാധ്യതയില്ലാതെ ഒരു സ്ഥലത്ത് നമ്മൾ എത്തിപ്പെട്ടാൽ നമ്മുടെ കയ്യിലുള്ള പണം കൊണ്ട് എന്താണ് പ്രയോജനം? പാരസ്പര്യമാണ് ജീവിതം. ഒന്ന് മറ്റൊന്നിനോട് അത്ര ഉത്കടമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആർക്കും തന്നെ ഈ ലോകത്ത് ഒറ്റപ്പെട്ട് ജീവിക്കുവാൻ കഴിയുകയില്ല. സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ കടമകളുണ്ട്, കർത്തവ്യങ്ങളുണ്ട്. അത് ഓരോരുത്തരും നിർവഹിക്കേണ്ടതാണ്. എങ്കിലേ സമൂഹത്തിൻ്റെ താളലയം നിലനിർത്തുവാൻ കഴിയുകയുള്ളൂ. ഓരോരുത്തരും സ്വന്തം സുഖത്തിന് വേണ്ടി പരിശ്രമിക്കുമ്പോൾ മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്ങനെയെങ്കിലും പണമുണ്ടാക്കുക, വലിയവനായി തീരുക, സുഖമായി തീരുക എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ മറന്നു പോകുന്നു. നമ്മിൽ സ്വാർത്ഥത വർദ്ധിക്കുമ്പോൾ നമ്മിൽ നിന്നും സ്നേഹം, സഹകരണം, ധാർമ്മിക ബോധം ഇവയെല്ലാം അപ്രത്യക്ഷമാകുന്നു. സ്നേഹവും സഹകരണവും ഇല്ലെങ്കിൽ നമ്മൾ ഒരൊറ്റപ്പെട്ട ദ്വീപ് പോലെയായിത്തീരും. സ്നേഹവും സഹകരണവും ഉണ്ടാകുമ്പോഴാണ് നമുക്ക് മനസ്സ് തുറക്കുവാനും പരസ്പരം ഭാരങ്ങൾ ഇറക്കി വയ്ക്കുവാനും സമാധാനമായി ജീവിക്കുവാനും കഴിയുന്നത്. കൊടുക്കൽ വാങ്ങലുകൾ ഇല്ലാതെ എങ്ങനെയാണ് നമുക്ക് ജീവിക്കുവാൻ കഴിയുക? എൻ്റെ കയ്യിലില്ലാത്തത് മറ്റൊരുവനിലുണ്ടാവും, അവനിലില്ലാത്തത് എൻ്റെ അടുത്തും ഉണ്ടാവും. ഇത് പരസ്പരം നമ്മൾ കൈമാറുമ്പോഴാണ് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നത്. എൻ്റെ കയ്യിലുള്ളത് ഞാൻ ആർക്കും കൊടുക്കില്ല മുറുകെ പിടിക്കുകയും മറ്റുള്ളവൻ്റെ കയ്യിലുള്ളത് വേണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നത് ശരിയാണോ? നമ്മൾ മനസ്സറിഞ്ഞ് ഒരാൾക്ക് കൊടുക്കുമ്പോഴാണ് മറ്റൊരുവന് മനസ്സറിഞ്ഞ് നമുക്ക് തരാൻ തോന്നുന്നത്. നമ്മൾ നേരം വെളുത്തു കഴിഞ്ഞാൽ ഓരോരോ കർമ്മമണ്ഡലങ്ങളിൽ വ്യാപരിക്കുന്നു, പലരുമായി ഇടപെടുന്നു. അപ്പോഴൊക്കെ നമ്മളെല്ലാവരും പരസ്പരം പാലിക്കേണ്ടുന്ന ഒരു ധാർമ്മികതയുണ്ട്. അത് പാലിക്കാതിരുന്നാൽ നമുക്കിടയിൽ വിദ്വേഷമുണ്ടാകും. അത് പല അനൈക്യത്തിനും കാരണമാകും. അങ്ങനെയാണ് സമൂഹത്തിൽ സംഘർഷങ്ങളും സംഘട്ടനങ്ങളും ഉണ്ടാകുന്നത്. നേർവഴിക്ക് സഞ്ചരിക്കുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ ആ ബുദ്ധിമുട്ട് സഹിക്കാൻ കഴിയാതെ നമ്മൾ അധാർമികമായി പ്രവർത്തിച്ചാൽ നാളെ അത് നമുക്ക് തന്നെ വിനയായിത്തീരും. ഇന്ന് നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിൻ്റെ അനന്തര ഫലമായിരിക്കും നാളെ നമുക്കുണ്ടാവുക. ഉദാഹരണത്തിന്, നമ്മളൊരു കൃഷി ചെയ്യുന്നു എന്ന് കരുതുക. അപ്പോൾ കൂടുതൽ വിളവ് കിട്ടുവാൻ വേണ്ടി നമ്മൾ അതിൻ്റെ കൂടെ വിഷവളവും ചേർക്കുന്നു. എന്നാൽ അതിൻ്റെ ദൂഷ്യഫലം നമ്മൾ നാളെ അനുഭവിക്കേണ്ടി വരും. അതുപോലെ നമ്മൾ ചെറിയ നിസാര ലാഭത്തിന് വേണ്ടി ഒരുവനെ പറ്റിച്ചാൽ അതിൻ്റെ ഫലം നാളെ ഏതെങ്കിലും രീതിയിൽ ദുഃഖമോ ദുരിതമോ ആയി നമുക്ക് വന്നു ചേരും. അതുകൊണ്ട് ഒരുവൻ തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ നമ്മൾ സ്നേഹപൂർവ്വം അത് ചെയ്യരുതെന്ന് പറയുവാൻ നമുക്ക് കഴിയണം. അതോടൊപ്പം നമ്മൾ തെറ്റ് ചെയ്യാതെ മാതൃകയായി ജീവിക്കുകയും വേണം. അങ്ങനെ ഓരോ വ്യക്തിയും ധാർമ്മികമായി ജീവിക്കുമ്പോഴാണ് അച്ചടക്കമുള്ള കുടുംബവും സമൂഹവും രാഷ്ട്രവും നമുക്ക് കെട്ടിപ്പടുക്കാൻ കഴിയുന്നത്. സ്വന്തം അധ്വാനിച്ച് നേടണം. ഒരിക്കലും മറ്റുള്ളവൻ്റെത് തട്ടിപ്പറിക്കാൻ പാടില്ല. അതുപോലെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ നമ്മൾ പഠിക്കണം. ചിലപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നെന്ന് വരില്ല. അപ്പോൾ അത് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. ഞാൻ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കണമെന്ന് ചിന്തിക്കുന്നത് നല്ലതല്ല. അത് ദുഃഖത്തിന് കാരണമാവും. കാരണം നമ്മുടെ അനുവാദം കൂടാതെ മാറിക്കൊണ്ടിരിക്കുന്നതാണ് ലോകം. ആ മാറ്റത്തെ ഉൾക്കൊള്ളുക എന്നതാണ്, അതിനനുസരിച്ച് മനസ്സിനെ അഡ്ജസ്റ്റ് ചെയ്യുക എന്നതാണ് സമാധാനത്തിൻ്റെ വഴി. എന്തുകൊണ്ടെന്നാൽ ഈ ലോകത്ത് എല്ലാറ്റിനും രണ്ട് വശമുണ്ട്. കുന്നുണ്ടോ കുഴിയുണ്ട്, ഏറ്റമുണ്ടോ ഇറക്കമുണ്ട്, സുഖമുണ്ടോ ദുഃഖമുണ്ട്, ജനനമുണ്ടോ മരണമുണ്ട്. ഇതിലൊന്ന് മാത്രമായിട്ട് നമുക്കാർക്കും സ്വീകരിക്കുവാൻ കഴിയുകയില്ല. രണ്ടും തന്നെ സ്വീകരിക്കേണ്ടി വരും. ഈ ദ്വന്ദ്വങ്ങളെ
സമമായി ആര് കാണുന്നുവോ അവൻ ഏതൊരു സാഹചര്യത്തിലും അവൻ്റെ ശാന്തി നഷ്ടപ്പെടുന്നില്ല. ഈ ലോകം എന്ന് പറയുന്നത് വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ്. ആ വൈവിധ്യത്തിൽ ഒരു സമന്വയം കണ്ടെത്തുക എന്നതാണ് മഹത്തായ കാര്യം. നമ്മുടെ തെറ്റായ ചിന്തകളും തെറ്റായ പ്രവൃത്തികളും നമ്മുടെ മനസ്സിൻ്റെ താളം തെറ്റിക്കുന്നു. മനസ്സിൻ്റെ ശ്രുതിതാളം തെറ്റിയാൽ പിന്നെ അതിൽ നിന്നും ഉണ്ടാകുന്നത് അപശ്രുതിയായിരിക്കും. അത് തനിക്കും മറ്റുള്ളവർക്കും ഒരുപോലെ അരോചകമായി തീരും. അതുകൊണ്ട് ഓരോരുത്തരുടെയും പ്രവൃത്തി മറ്റുള്ളവനോട് കൂടി ഉപകാരപ്രദമായി തീരണം. നമ്മുടെ ഓരോരുത്തരുടെയും കർമ്മങ്ങൾ മൂല്യവത്തായിരിക്കണം, സ്നേഹം നിറഞ്ഞതായിരിക്കണം, ധാർമ്മികമായിരിക്കണം. ഇതൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് സമാധാനമായി ജീവിക്കുവാൻ കഴിയുകയുള്ളൂ. എങ്ങനെയെങ്കിലും കുറച്ച് പണമുണ്ടാക്കി എനിക്ക് എന്ന ചിന്തയിൽ എന്തെങ്കിലും കുറച്ച് നല്ലൊരു വീട് വെച്ചു, കാറ് വാങ്ങി, ഇതെല്ലാം ആയാൽ സന്തോഷമുണ്ടാകും എന്ന് കരുതുന്നത് തെറ്റാണ്. പരസ്പര ഐക്യം, സ്നേഹം, സഹകരണം ഇതെല്ലാമാണ് സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ സമാധാനത്തിനുള്ള വഴി. ഈ മൂല്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ അടിത്തറയിൽ വേണം നമ്മുടെ ജീവിതം ഓരോരുത്തരും കെട്ടിപ്പടുക്കാൻ.